വിശുദ്ധ ഫൗസ്റ്റിനാമയുടെ ഡയറി 146 പാരഗ്രാഫിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഓരോ ചെറിയ കൃപകൾ പോലും ആത്മാവിലേക്ക് വർഷിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. റോമാലേഖനം 12 വാക്യം നമുക്ക് സുപരിചിതമാണ്. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമ്മൾ കൂടെ കുമ്പസാരിച്ചും കുർബാനയ്ക്ക് പോയും എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാം. പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, ബോറടിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു, അനുഭവമില്ല. അപ്പോൾ ഈ വചനം അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. അതായത് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ഇത് രണ്ടും പറഞ്ഞിട്ട് പറയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ എപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല. ഈശോ സംസാരിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് കൃത്യം അതുപോലെ തന്നെ ഉത്തരം വരുന്ന അനുഭവങ്ങളൊന്നും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈശോ ഏതെങ്കിലും സമയത്തായിട്ട് നമ്മളെ ശക്തിപ്പെടുത്താനായിട്ട് വേണ്ടുന്നത് തരും. പക്ഷേ ഈ അനുഭവം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. അപ്പോൾ നമുക്ക് നല്ല അനുഭവമുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. തീരെ അനുഭവമില്ലാതെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്ന സമയങ്ങളിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഓരോ പ്രാർത്ഥനകൾക്കും ഈശോ ഉത്തരം തരും. അത് ഒരുപക്ഷെ ലേറ്റ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളുടെ ഒരു ക്ഷമയെ പരീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കാം ഈശോ തരുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മൾ മുടക്കരുത്. അതിനെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തിയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പലരെയാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ജപമാല ചൊല്ലാനായിട്ട് പറ്റാതെ വരുന്നതാണ് മറ്റ് പ്രാർത്ഥനകളെല്ലാം മുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ കാരണം. അതായത് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ അല്ലെങ്കിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടെ കുമ്പസാരത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഒത്തിരി സമയം ഈശോയുടെ അടുത്ത് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജപമാലയും മുടങ്ങിപ്പോയിട്ടുണ്ടാവും നോർമലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്രാർത്ഥനയും വരേക്കും നടത്താൻ പറ്റുന്നില്ല, ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ബോറടിക്കുകയാണെന്ന് തോന്നിയാൽ പോലും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരു കാരണവശാലും മുടക്കരുത്. അത് അനുഭവം ആണെങ്കിലും ഇല്ലെങ്കിലും ഒരു കൊന്തയെങ്കിലും ഡെയിലി നമുക്ക് വേണ്ടി തന്നെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വചനങ്ങൾ, അല്ലെങ്കിൽ ഈശോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ താങ്ങി നിർത്തുന്ന വചനങ്ങളൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വചനങ്ങൾ വെച്ച് കൊന്ത ചൊല്ലി എന്നെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറാൻ ആഗ്രഹിച്ച് സ്ഥിരതയോടുകൂടി ഒരു ജപമാലെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക. ഇനി അങ്ങനെ പ്രത്യേകിച്ച് വചനങ്ങളൊന്നും തോന്നുന്നില്ല എന്ന് ഉള്ളവർക്ക് ഒരു 3 വചനങ്ങൾ പറയാം. അതായത് സങ്കീർത്തനങ്ങൾ 138:8, അത് നല്ലൊരു വചനമാണ്. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ജോബ് 23:14, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. അതുപോലെ ലൂക്ക 1:38, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതുപോലെ ഒരുപാട് നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതത്തിനനുസരിച്ച് നമ്മളെ നയിക്കാൻ പാകത്തിലുള്ള വചനങ്ങൾ ഒത്തിരിയുണ്ട് ബൈബിൾ. ജെറമിയ 29:11 അതിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു വചനം വെച്ച് പ്രത്യേകം ഒരു ജപമാലെങ്കിലും മുടങ്ങാതെ, അതായത് ഒരു കാരണവശാലും എത്ര തിരക്കിലാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡെയിലി നമ്മൾ സ്ഥിരതയോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സമയവും നമുക്ക് ഒരു നല്ല മൂഡിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സമയങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തിരക്കിനിടയിലായിരിക്കാം, ടെൻഷൻ ഇടയിലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒറ്റയടിക്ക് ജപമാല തീർക്കാൻ പറ്റാതെ രാവിലെ തുടങ്ങി ഒരു 2 രേസ്യം ചൊല്ലി പിന്നെ അത് ഓക്കെ അവിടെ നിന്നിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നെ വൈകിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്താലും മതി. എന്ത് തന്നെയാണെങ്കിലും എത്ര പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഒരു ജപമാലയെങ്കിലും മുടങ്ങാതെ സ്ഥിരതയോടുകൂടി ചൊല്ലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പതുക്കെ ആ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മളെ കൂടുതൽ കുർബാനയിലേക്കും അതുപോലെ തന്നെ ഈശോയോടുള്ള സ്നേഹത്തിലേക്കും ബന്ധത്തിലേക്കും അതുപോലെ മറ്റേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഈശോയുള്ള പ്രാർത്ഥനകളിലേക്കെല്ലാം എല്ലാത്തിലും ഒരു സ്ഥിരതയിലേക്ക് വരാനായിട്ട് ആദ്യം ജപമാലയിൽ സ്ഥിരത വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലയിലും പതുക്കെ ഈ സ്ഥിരത വരാനായിട്ട് തുടങ്ങും. ഈ 1 തിമോത്തി 4:7 വചന പ്രകാരമുണ്ട്, ദൈവഭക്തിയിൽ പരിശീലനം നേടുകയും. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവഭക്തി നിങ്ങളെ ഞാൻ പരിശീലിപ്പിക്കാം. അപ്പോൾ ഈ ദൈവഭക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് വന്ന് തുറന്നു തരുന്ന ഒരു ഒരു വരമാണ്, ഗിഫ്റ്റാണെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥനാ വരം ശരിയാണ്, അത് വേറൊരു തലം. പക്ഷേ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു മേഖല കൂടിയാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. ആ പരിശീലനത്തിനെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊന്ത മുടങ്ങാതെ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. മുടങ്ങാതെ ഓരോ ജപമാല ചൊല്ലി പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഹിതം നിറവേറാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ പതുക്കെ ഓരോ മേഖലയിലും നമുക്ക് വേണ്ടുന്ന തരത്തിൽ ഈശോ നമ്മളെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കാനായിട്ട് തുടങ്ങും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ 1 മണിക്കൂറെങ്കിലും ഈശോയുടെ അടുത്ത് ഇരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, ഈശോയുടെ മുമ്പിൽ സമയം ചെലവഴിക്കാനായിട്ടുള്ള വിധത്തിലെല്ലാം ഈശോ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താലും പ്രാർത്ഥനകളോടും കൂടി നമ്മളെ ഒരുക്കും. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.